തൃശൂർ മണത്തലയിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന മേൽപ്പാലത്തിന് മുകളിൽ ടാറിട്ട ഭാഗത്ത് വിള്ളൽ കണ്ടു. സമൂഹ മാധ്യമങ്ങളിൽ ഈ ചിത്രങ്ങൾ പ്രചരിച്ചതോടെ രാത്രി തന്നെ അധികൃതർ എത്തി ടാറിട്ട് വിള്ളൽ അടച്ചു. വീതി മാറിയിട്ടുള്ള നാട്ടുകാർ തൃശൂർ മണത്തലയിൽ നിന്ന് സൂരജ് സജി ചേരുന്നു. സൂരജ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. മണത്തലയിലും നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നു. 50 മീറ്റർ ദൂരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ നിർമ്മാണത്തിലിരിക്കുന്ന മേൽപ്പാലത്തിൽ 50 മീറ്റർ ദൂരത്തിലാണ് ഇങ്ങനെ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെയും തൃശ്ശൂരിനെ സംബന്ധിച്ച് ഇതുപോലെ സമാനമായ ഒരു അനുഭവമുള്ള ജില്ലയാണ്. കുതിരാൻ ഇറങ്ങി വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒരു വിള്ളലുണ്ടായി. ഇപ്പോൾ ഇത് കാണാം, നമ്മുടെ കൈയൊക്കെ ഇതിനകത്തേക്ക് പോകുന്നത് പോലെ വലിയ ആഴത്തിലും അതോടൊപ്പം തന്നെ വീതിയിലുമുള്ള വിള്ളലാണ്. സ്വാഭാവികമായും മഴ പെയ്യുന്ന സമയത്ത് ഈ വിള്ളലിലൂടെ വെള്ളം ഇറങ്ങി ചെല്ലുകയും ഇതിന് സമീപത്ത്, അതായത് ഇത് നമുക്ക് കാണാം, ഈ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള സംരക്ഷണ ഭിത്തികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സംരക്ഷണ വാൾ ഉപയോഗിച്ചാണ് ഇത് കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും ഈ വിള്ളലിലൂടെ ഇറങ്ങുന്ന വെള്ളം ഒലിച്ച് ഇതിന് പുറത്തേക്ക് പോവുകയും പിന്നീട് ഈ ഭാഗം തന്നെ അടർന്ന് ഇങ്ങോട്ടേക്ക് മാറുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. കുതിരാനിൽ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ തന്നെ താഴെ കാണാം, ഇതിനോട് ചേർന്ന്, ഈ പാലത്തോട് ചേർന്ന ഭാഗത്ത് വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നു. അതായത് ഈ ഭാഗം സ്വാഭാവികമായും ആ ഭാഗത്തേക്ക് ചായുന്നു, റോഡിലേക്ക് ചായുന്നു എന്നുള്ളതാണ് ഈ പ്രദേശവാസികളടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. വലിയ പ്രതിഷേധവും ആശങ്കയും ഈ പ്രദേശവാസികളെ സംബന്ധിച്ചുണ്ട്. അവർ പറയുന്നത് മഴ ശക്തിപ്പെട്ടാൽ എന്താകും സ്ഥിതി എന്നെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസിനെയൊക്കെ സംബന്ധിച്ച് വലിയ പ്രതിഷേധത്തിലേക്കും പോകാൻ അവർ ഒരുങ്ങുകയാണ്. എന്താ നിലവിലൊരു സ്ഥിതി? വളരെ ആശങ്കാജനകമാണ്. നമുക്ക് എപ്പോഴാണ് അപകടം ഉണ്ടാകുന്നത് പറഞ്ഞാൽ സർവീസ് റോഡിൽ കൂടി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇവിടെ ഈ വീടിൻ്റെ ഏറ്റവും അടി വരേണ്ടത് ഇത് മുകളിൽ കാണുന്ന പോലെയല്ല, ഏറ്റവും താഴെ വരേണ്ടത് ഈ അവസ്ഥ. നിലവിൽ ഇവിടെ നേരത്തെയും ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. ക്രെയിൻ ഈ നിർമ്മാണ പ്രവർത്തിക്ക് മറിഞ്ഞു വീഴുന്ന അപകടം നിരന്തരമായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഒരു വിള്ളൽ മാത്രമല്ല, ഇതിൻ്റെ ഫൗണ്ടേഷൻ താഴത്തേക്ക് ഇരുന്നു. നിങ്ങൾ താഴത്തെ റോഡ്, സർവീസ് റോഡ് നോക്കിയാൽ മനസ്സിലാകും. ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ ഫൗണ്ടേഷൻ താഴത്തേക്ക് ഇരുന്നു. ഇത് അശാസ്ത്രീയമാണെന്ന് മുന്നേ പറഞ്ഞതാണ്. ഒരുപാട് വട്ടം ഇവിടെ സമരങ്ങളും നടന്നതാണ്. പക്ഷെ അതിനൊന്നും ഒരു പരിഹാരം ഉണ്ടായില്ല. എന്നിട്ടും ഇത് ഈ രൂപത്തിലാണ്. ഫൗണ്ടേഷൻ താഴത്തേക്ക് ഇരുന്ന ഉടൻ തന്നെ പാലം നിലവിൽ പൊട്ടിക്കഴിഞ്ഞു. താഴത്തേക്ക് ഇരുന്നു, ഒരു സൈഡ് താഴത്തേക്ക് ഇരുന്നു. നിങ്ങളിതിൻ്റെ എത്ര ഒരു വിള്ളൽ മാത്രമല്ല, ഒരു ഏകദേശം ഒരു 600 മീറ്ററോളം ഇതിന്റെ പാലത്തിന്റെ സാധനം താഴത്തേക്ക് ഇരുന്നു, പൊട്ടിക്കഴിഞ്ഞു. ഇത് അശാസ്ത്രീയമായി പണിതതിന്റെ ഒരു ഉദാഹരണമാണ്. ഈ വിള്ളൽ രൂപപ്പെട്ടതിന് തൊട്ട് പിന്നാലെ പാറപ്പൊടി ഇട്ട് ഇത് അടയ്ക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. പക്ഷെ ഇവിടെ പാറപ്പൊടി എല്ലാം കിടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു വിജയം കണ്ടിട്ടില്ല. വെറുതെ ഈ വിള്ളലിലേക്ക് പാറപ്പൊടി ഇട്ടുകൊണ്ട് ഇത് അടയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തി, അതും വിഫലമായിരിക്കുന്നു. ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്ക അത് ചാവക്കാടും നിലനിൽക്കുകയാണ്.